ഇത് സെക്കൻഡ് ക്വസ്റ്റൻ ആണ് ഇക്വാലന്റ് റെസിസ്റ്റൻസിൻ്റെ. ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, എനും ബിയിലും ഉള്ള ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നേരത്തെ താഴത്തെ ക്വസ്റ്റൻ ചെയ്ത പോലെ തന്നെ എ ആയിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള പോയിന്റുകളാണ് നമ്മൾ എടുക്കുന്നത്. ഈ പോയിന്റ് ഡയറക്റ്റ് കണക്ഷൻ, അപ്പോൾ ഈ പോയിന്റിനെ എന്ന് വിളിക്കാം. അടുത്തത് എന്താ, ഈ പോയിന്റ് ഡയറക്റ്റ് കണക്ഷൻ ആണ്, ഇവിടെ എ എന്ന് വിളിക്കാം. അപ്പോൾ ഇതും എ ആണ്, ഇതും എ ആണ്. ഇനി അടുത്ത പോയിന്റ് എന്താ, ബി എന്ന പോയിന്റിന്റെ ഡയറക്റ്റ് കണക്ഷൻ ആണ് ഈ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് ബി ആണ്, അതേപോലെ തന്നെ ഈ പോയിന്റും ബി ആണ്. കാരണം ബി എന്ന പോയിന്റുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണ് ഈ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് എ, ഈ പോയിന്റ് എ ആണ്, പിന്നെ ഈ പോയിന്റ് എ ആണ്, ഈ പോയിന്റ് ബി ആണ്, പിന്നെ ഈ പോയിന്റ് ബി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആകെ 2 പോയിന്റേ ഉള്ളൂ, എയും ബിയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതേപോലെ തന്നെ 2 പോയിന്റ് കണക്ട് ചെയ്തു. ഇതിനെ എ എന്ന് വിളിച്ചു, ഇതിനെ ബി എന്ന് വിളിച്ചു. അങ്ങനെ ഇത് രണ്ടും എയും ബിയും ആകുന്ന സമയത്ത് ഈ എക്കും ഈ ബിക്കും ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തു, ആദ്യത്തെ റെസിസ്റ്റൻസ്. അടുത്തത് ഈ എക്കും ഈ ബിക്കും ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അടുത്ത റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തു. അടുത്തത് ഇവിടെ ഒരു ബി ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഈ റെസിസ്റ്റൻസ് ഉണ്ട്, അടുത്ത റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 3 റെസിസ്റ്റൻസുകളും ഇങ്ങനെ നമുക്ക് എഴുതാം. എയുടെ ബിയുടെ ഇടയിലാണ് ഈ 3 റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ ഇതെല്ലാം ആർ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ, ഈ ആറുകളുടെ പരസ്പരം എന്താണ്, പാരലൽ കണക്ഷൻ ആണ്. അപ്പോൾ 1/r ഇക്വാലന്റ് കാണാൻ എന്ത് ചെയ്യണം, 1/r + 1/r + 1/r എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 3/r ആണ് കിട്ടുക. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ REQ എന്ന് പറയുന്നത് r/3 ആണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ.